സർക്കാർ എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് സംസ്ഥാനത്തുടനീളം മദ്യശാലകൾ യഥേഷ്ടം അനുവദിക്കുകയാണെന്നും ഇത് നാടിന് ഭീഷണിയാണെന്നും ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് കേരള കത്തോലിക്ക സഭയുടെ മദ്യലഹരി വിരുദ്ധ ഞായറിന്റെ ഭാഗമായി പാലാ രൂപതാ സമ്മേളനം പാലാ സെന്റ് ജോർജ് ലാലം പുത്തൻപള്ളി ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ബിഷപ്പ്. മദ്യം ഒരു പാനീയമല്ല, അത് കുടുംബത്തിന്റെ കണ്ണീരാണ്. ലഹരി ഒരു സാമൂഹിക പ്രതിസന്ധി മാത്രമല്ല, വളരെ ആഴത്തിലുള്ള ആത്മീയ പ്രതിസന്ധി കൂടിയാണ്. മദ്യത്തിന്റെയും ലഹരിയുടെയും ഉപയോഗം മൂലം പല ഭവനങ്ങളും സംഘർഷഭരിതമാകുന്നു. ലഹരിയാണ് ഏറ്റവും വലിയ സന്തോഷമെന്നാണ് മനുഷ്യർ കരുതുന്നത്. എല്ലാവിധ ലഹരികളും തിന്മയാണ്. ലഹരി മൂലം ഒരു തലമുറ നശിച്ചു പോകുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ തിന്മയ്ക്കെതിരെ പോരാടിയില്ലെങ്കിൽ നമ്മുടെ സംസ്ഥാനത്തിന്റെ കുലീനത നഷ്ടമാവും. നിശ്ചയദാർഢ്യത്തോടുകൂടി ഈ ലഹരിക്കെതിരെ നമ്മൾ ഇടപെടണം. അധികാരമുള്ളത് സർക്കാരിന്റെ കൈകളിലാണ്. സർക്കാർ തീരുമാനിച്ചാൽ മാത്രമേ മദ്യത്തിനും മയക്കുമരുന്നുകൾക്കുമെതിരെ നടപടിയെടുക്കാനാകൂ. മദ്യശാലകൾ യഥേഷ്ടം അനുവദിക്കാതെ ശക്തമായ നിലപാട് സർക്കാർ എടുക്കണം. അതിനുള്ള ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട്. അധികാരത്തിൽ വന്നാൽ മദ്യശാലകൾ ഒന്നും അനുവദിക്കില്ല എന്ന് പറഞ്ഞു വന്നവർ പിന്നീട് മദ്യവർജനം പറയുകയും മദ്യശാലകൾ യഥേഷ്ടം അനുവദിക്കുകയും മാരക രാസലഹരികളെ കണ്ടിൽ നിന്ന് നടിക്കുകയും ചെയ്യുകയാണ്. ചോദിക്കുന്നവർക്കെല്ലാം മദ്യശാലകൾക്ക് ലൈസൻസ് കൊടുക്കുന്ന സമീപനമാണ് ഈ സർക്കാർ സ്വീകരിക്കുന്നത്. ഇത് തിരുത്തണമെന്നും ബിഷപ്പ് ആവശ്യപ്പെട്ടു. സത്യത്തിൽ അത് കുടുംബത്തിന്റെ കണ്ണുനീര് തന്നെയാണ്. എത്രയോ അമ്മച്ചിമാര് വീടിനുള്ളിൽ കരഞ്ഞും നിലവിളിച്ചും പേടിച്ചും എല്ലാം കഴിയുന്നു. ഇപ്പോൾ സമൂഹത്തിൽ അവൈലബിൾ ആയിട്ടുള്ള മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിക്കുന്നതിന് മുമ്പ് എത്രയോ സൗഭാഗ്യമുള്ള ഇടങ്ങളായിരുന്നു നമ്മുടെ വീടുകൾ. സന്ധ്യാപ്രാർത്ഥന, ഒന്നിച്ചുള്ള ഭക്ഷണം, ഒന്നിച്ചുള്ള വർത്തമാനം, അതെല്ലാം വലിയ രസമാണ്. ഇപ്പോഴത്തെ സർക്കാർ നിലവിൽ വന്നതിന് ശേഷം ഈ മേഖലയിൽ സത്യം പറഞ്ഞാൽ എല്ലാ അതിർവരമ്പുകളും വിട്ട് അനുവാദം കൊടുക്കുകയും നിയമമില്ലാതാക്കുകയും മദ്യം അമിതമായ രീതിയിൽ പോപ്പുലറൈസ് ചെയ്യുകയുമാണ്. സംസ്ഥാന സെക്രട്ടറിയും രൂപതാ പ്രസിഡന്റുമായ പ്രസാദ് കുരുവിള യോഗത്തിൽ അധ്യക്ഷത വഹിക്കുകയും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും ചെയ്തു. വികാരി ജനറൽ ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത്, മാണി സി കാപ്പൻ MLA, മുനിസിപ്പൽ ചെയർപേഴ്സൺ ദിയ ബിനു പുളിക്കണ്ടം, അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, ഫാദർ ജോസഫ് തടത്തിൽ, ഫാദർ ജേക്കബ് വെള്ളമരുതെങ്കിൽ, ഫാദർ ജോർജ് മൂലച്ചാലിൽ, സാബു എബ്രഹാം, ആന്റണി മാത്യു, ജോസ് കബീൽ എന്നിവർ പ്രസംഗിച്ചു. ഈ സംസ്ഥാന സർക്കാർ 29 ബാറിൽ നിന്നും എങ്ങനെ 1000 ആയി എന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് നമ്മുടെ സംസ്ഥാനത്ത് വരുമാനത്തിൻ്റെ 93% പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനും ഉപയോഗിക്കുന്ന ഒരു സർക്കാരാണ് ഇവിടെ നിലവിലുള്ളത്. ആ സർക്കാരിൻ്റെ വരുമാനം രണ്ട് കാര്യങ്ങളാണ്. എന്തൊക്കെയാണെന്നറിയാം? ഒന്ന് മദ്യം, 2 ലോട്ടറി. കറക്റ്റ്. ഇവിടെ എല്ലാവർക്കും അറിയാം. മദ്യം കൊണ്ടും ലോട്ടറി കൊണ്ടും മാത്രം സർക്കാർ ഉദ്യോഗസ്ഥന് ശമ്പളം മേടിക്കുന്ന ഒരു നാട്ടിൽ മദ്യമില്ലാതാക്കണമെന്ന് നമ്മൾ പറയുമ്പോൾ സർക്കാർ എങ്ങനെ ജീവിക്കുന്നുള്ളതാണ് സർക്കാർ തിരിച്ചു ചോദിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം എവിടെ നിൽക്കുന്നത്? അടിസ്ഥാനപരമായ പ്രശ്നം കാഴ്ചപ്പാടില്ലാതെ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളാണ് ഈ രാജ്യത്തിന്റെ പ്രശ്നം. മറ്റൊരു രൂപതയും ചെയ്യാത്ത രീതിയിൽ വലിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നു എന്നതിൽ അതിയായ സന്തോഷമുണ്ട്. പ്രസാദ് കുരുവിള പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഇവിടുത്തെ ഭരണാധികാരി കാര്യങ്ങളാണ് കുഴപ്പമുണ്ടാകില്ല. ശരിയാ, കഴിഞ്ഞ 10 കൊല്ലത്തിൽ അങ്ങനെ ആയിരുന്നു. ഇനി UDF അധികാരത്തിൽ വന്നാൽ കർശനമായ നടപടികൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. സിഗരറ്റ് വലിക്കെതിരെ, വീട് വലിക്കെതിരെ പ്രചരണം കൊടുത്ത് അത് ഏതാണ്ട് 10% കൊണ്ടുവരാൻ കഴിഞ്ഞു എന്നൊരു സത്യമാണ്. എവിടെയെങ്കിലും ഇപ്പോൾ ഓപ്പണായിട്ട് സിഗരറ്റ് വലിച്ച് നിൽക്കുന്നവരെ കണ്ടിട്ടുണ്ടോ? അതിന് നിയമം വന്നു, നിയമം കർശനമാക്കി, പിഴയിടാൻ തുടങ്ങി, പോലീസ് ഫൈൻ അടിക്കാൻ തുടങ്ങി. അത് കുറച്ചുകൊണ്ടുവരാൻ കഴിയും. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി മാൻപവർ. ആ മാൻപവർ ഇല്ലായ്മ ചെയ്യാൻ ചില ശുദ്ധശക്തികൾ നടത്തുന്ന ശ്രമമാണ് ഇതിന്റെ പിന്നിലെന്ന് ഞാൻ ബലമായി വിശ്വസിക്കുന്നു. രൂപതയുടെ 171 ഇടവക ദേവാലയങ്ങളിലും ദിവ്യബലി അർപ്പിക്കുന്ന എല്ലാ സ്ഥാപനങ്ങളിലും വിശുദ്ധ കുർബാന മധ്യേ കേരള കത്തോലിക്ക സഭയുടെ ലഹരി വിരുദ്ധ സർക്കുലർ വായിച്ചു.